തിലകൻ ഞാൻ കണ്ടു തുടങ്ങുന്നത് പുള്ളി നടനായിട്ടാണ്, നാടക വേദിയിൽ. പുള്ളി കേരളത്തിലെ ആദ്യകാല നാടക സംഘങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുള്ള ആളാണ്. പേരെടുത്ത് KPSCയിൽ അഭിനയിച്ചിട്ടുണ്ട്, കാളിദാസ കലാകേന്ദ്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, കായംകുളത്തൊരു പീപ്പിൾസ് തിയേറ്റേഴ്സ് ഉണ്ട്, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ആന്റണി ചേട്ടൻ്റെ നാടകങ്ങളിലെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബ്ബിലെ കുറേ കാലം പല നാടകങ്ങളിലും വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛനോടൊപ്പം നടക്കുന്ന കാലം തൊട്ട് തിലകൻ ചേട്ടനെ എനിക്ക് പരിചയമാണ്, വലിയ അടുപ്പമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് തന്നെ ഈ തിലകൻ ചേട്ടൻ്റെ നാടക അഭിനയം അതൊരു അസാധ്യ പ്രതിഭയായിരുന്നു ആ കാര്യത്തിൽ പുള്ളി. ഈ നാടകം അത് പിന്നീട് പുള്ളി നടനായി, അത് കഴിഞ്ഞ് സംവിധായകനായി ഒക്കെ മാറിയപ്പോഴും ശരിക്കും പറഞ്ഞാൽ പുള്ളിയെപ്പോലെ അത്ര സ്ട്രിക്റ്റായ പ്രതിഭാശാലിയായ വളരെ അപൂർവം സംവിധായകരെ ഉണ്ടായിട്ടുള്ളൂ. കാരണം ചില നിഷ്കർഷകളൊക്കെ പുള്ളിക്ക് ഇതിനോട് ഈ നാടകവുമായിട്ട് ബന്ധപ്പെടുമ്പം ഭയങ്കര, ഒരുപക്ഷെ പലർക്കും അത് ഉൾക്കൊള്ളാൻ പാടായിരിക്കും പുള്ളിയുടെ ഇടപെടലിൻ്റെ ആ ഒരു കാർക്കശ്യം. പുള്ളി ശരിക്കും ഈ കേരളത്തിലെ മറ്റ് പല സംവിധായകരുടെയും കൂടെ അഭിനയിക്കുക, അവർ കൊടുക്കുന്ന വേഷങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് എറണാകുളത്ത് PJ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള നാടക സംഘത്തിൽ ചെന്ന് ചേരുന്നത്. ശരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അന്ന് തൊട്ട് പുള്ളി ആ ആന്റണി ചേട്ടൻ്റെ വീട്ടിൽ ഒരു അന്തേവാസി ആയിരുന്നു. കിടപ്പുമൊക്കെ അവിടെ തന്നെ. ഇദ്ദേഹത്തിൻ്റെ കുടുംബം ശരിക്കും കുടുംബം മുണ്ടക്കയാണേലും വലിയ പ്രമാണിയായ ഒരു അച്ഛൻ്റെ മകനായിരുന്നു. പുള്ളി 2 വർഷത്തെ പട്ടാള സേവനമൊക്കെ കഴിഞ്ഞ് വന്ന് നാടകം തൊഴിലാക്കിയപ്പോൾ വീട്ടിലൊത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി, അച്ഛനോടൊക്കെ അകന്ന് നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് ഒത്തിരി പുള്ളിയുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയാണ് പുള്ളി അമച്ചർ നാടക വേദിയെ അവിടെ മുണ്ടക്കയ ഭാഗത്ത് റബ്ബർ തോട്ടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള തൊഴിലാളികളെയൊക്കെ വെച്ചിട്ട് നാടകം അവതരിപ്പിക്കുക. അവിടുന്ന് പിന്നെ പുറത്തേക്ക് വന്ന് കേരളത്തിലെ പ്രൊഫഷണൽ നാടക വേദിയിലേക്ക് വരുന്നു, നടനാകുന്നു, പല നാടക സംഘങ്ങളിലും അഭിനയിക്കുന്നു. അങ്ങനെ ആന്റണി ചേട്ടൻ്റെ കൂടെ ചെന്ന് എടപ്പള്ളിയിൽ അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹത്തിൻ്റെ നാടക പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു അന്തേവാസിയെ പോലെ തന്നെ. കാരണം ഇവർ തമ്മിൽ സ്വഭാവം കൊണ്ട് രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. ക്ഷിപ്രകോപികളാണ് രണ്ടുപേരും. ഒരു വിട്ടുവീഴ്ചയില്ലാത്ത കല എന്ന് പറയുന്നതിനുള്ള ഇടപെടലിന് ഒരു വിട്ടുവീഴ്ചയില്ല. പിന്നെ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നിരന്തരം സംഘട്ടനമായിരിക്കും. അത് വളരെ ആരോഗ്യകരമായ ഇതായിരിക്കും. ചില നാടകങ്ങളിലെ ചില ഈ സൃഷ്ടിപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ പുള്ളിയുടെ ചില ശക്തമായ അഭിപ്രായം, അതിനെ ആന്റണി ചേട്ടൻ്റെ എതിരഭിപ്രായം, ഇങ്ങനെയൊക്കെ വരുന്ന ആരോഗ്യപരമായ ഒത്തിരി. പക്ഷേ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് വിചാരിക്കും ഇവർ തമ്മിൽ ഭയങ്കര ശത്രുത, ഒരു യോജിപ്പുമില്ലെന്ന്. പക്ഷേ അതൊക്കെ വളരെ നല്ല കുറേ കഥാപാത്രങ്ങളോ സൃഷ്ടിക്കാനും നല്ല കുറേ നാടകങ്ങളുണ്ടാവാനും ഒക്കെ അവസരം സൃഷ്ടിച്ച ഈ സംവാദങ്ങളുമൊക്കെ ആയിരുന്നു അവർ തമ്മിൽ. അപ്പോൾ അങ്ങനെ ആന്റണി ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു തിലകൻ ചേട്ടൻ്റെ നാടകത്തിൻ്റെ കുറേ ഭാഗങ്ങൾ. അങ്ങനെയാണ് ആന്റണി ചേട്ടൻ്റെ കുറേ ഗീത ആർട്സ് ക്ലബ്ബ് ചങ്ങനാശ്ശേരിയിൽ PJ ആന്റണി ചേട്ടൻ്റെ ഒത്തിരി നാടകങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി, കുറേ നാടകങ്ങൾ ആദ്യകാലം തൊട്ട്. അപ്പോൾ അതിനകത്ത് പല നാടകങ്ങളിലും മണ്ണ്, രശ്മി, ദീപ്തി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ നാടകങ്ങൾ ആന്റണി ചേട്ടൻ ഈ നിർമ്മാല്യം സിനിമയെ കഴിഞ്ഞിട്ടുള്ള കാര്യമായി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി സിനിമാക്കാരോട് ശത്രുതയായി, ബഹളായി, അങ്ങനെയായി. പിന്നെ പുള്ളിയെ പേടിച്ചിട്ട് ആരും അടുപ്പിക്കാത്തൊരു സാഹചര്യമായി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നിട്ടാണ് പുള്ളി പിന്നെ നാടകത്തിൽ സജീവമായി. ഒരു 70 മുതൽ പുള്ളി സജീവമായിട്ട് നാടകത്തിൽ തന്നെയായിരുന്നു. 70-75 ആയപ്പം ഒരു വർഷം ഒരു 3-4 നാടകമൊക്കെ എഴുതുമായിരുന്നു ആന്റണി ചേട്ടൻ. നല്ല ഏറ്റവും കൂടുതൽ ഗീതയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഗീതയുടെ നാടകത്തിൽ നല്ല വേഷങ്ങൾ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നത് തിലകൻ ചേട്ടനായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ചാച്ചപ്പൻ ചേട്ടനാണ് സംവിധാനം, അതിൻ്റെ മുതലാളിയും അതിനകത്ത് ഒരു വേഷം ചെയ്യുന്ന ആളും ഒക്കെയാണ് ഈ ചാച്ചപ്പൻ എന്ന് പറയുന്ന ആൾ. ഈ ഗീത രൂപീകരിച്ചപ്പോൾ തൊട്ട് രൂപീകരിച്ച ആൾ അദ്ദേഹമാണ്.
അത് അങ്ങനെ ഏറ്റവും നല്ല നാടകങ്ങൾ ജനങ്ങൾ അന്ന് ഏറ്റെടുത്ത പ്രൊഫഷണൽ നാടകങ്ങളിൽ നല്ല നിലവാരമുള്ള നാടകങ്ങൾ അവതരിപ്പിച്ച ഒരു നാടക സംഘമായിരുന്നു ഈ ഗീത ആർട്സ് ക്ലബ്ബ് ചങ്ങനാശ്ശേരി. കാരണം ആ കാര്യത്തിലൊക്കെ ചാച്ചപ്പൻ ചേട്ടന് ഭയങ്കര, കാരണം അന്നത്തെ കാലത്ത് ആന്ണിച്ചേട്ടനെ കൊണ്ടൊരു നാടകം എഴുതിച്ച് വാങ്ങിക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ പണിയാണ്. ഇവർ ഒരു വർഷം തലേദിവസം വർഷത്തെ നാടകം കളിക്കാൻ അടുത്ത വർഷവും കളിക്കേണ്ടി വന്ന് പോകുമ്പോൾ ആ വർഷത്തെ നാടകം വളരെ നേരത്തെ എഴുതിക്കും. ഓരോ സീസണായത്. ഒരു ആഗസ്റ്റ് നാടക സീസൺ തുടങ്ങുന്നത് ഒരു ജൂൺ മുതൽ ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ ജൂലൈ ആഗസ്റ്റൊക്കെ ആകുമ്പോൾ രംഗത്ത് അവതരിപ്പിച്ച് തുടങ്ങും. ഇങ്ങനെ പോകുന്ന ഒരു രീതിയായി ഇതിന്. അങ്ങനെ ഒരു സീസണുണ്ട്, നാടകം കളിക്കുന്ന ഒരു സീസൺ, ഇത് അണിഞ്ഞൊരുങ്ങുന്നതിനൊരു സീസൺ ഒക്കെ ഉണ്ട്. മിക്കവാറും മഴക്കാലത്താണ് ഈ റിഹേഴ്സലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവരെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ ഈ ചാച്ചപ്പൻ ചേട്ടൻ അടുത്ത സീസണിലേക്കുള്ള നാടകം ഇങ്ങനെ ഇവരെ വിളിച്ചിരുത്തി എഴുതിക്കും നാടകൃത്തുക്കൾ. അത് ആന്ണിച്ചേട്ടനായാലും ആരല്ല, അത് പുള്ളിക്ക് നിർബന്ധം. ഒരു പലയാവർത്തി നാടകം എഴുതിക്കുക, ഇങ്ങനെ തിരുത്തി. പുള്ളിക്ക് നല്ല രംഗബോധമുള്ള സംവിധായകനായിരുന്നു. അതായത് പ്രേക്ഷകരുടെ മനസ്സറിയാവുന്ന സംവിധായകനായിരുന്നു. പ്രേക്ഷകർ ഇതിനെ എങ്ങനെ എടുക്കും എന്ന് പുള്ളിക്ക് വളരെ കൃത്യമായിട്ടറിയാം ഈ ചാച്ചപ്പൻ ചേട്ടന്. അതുകൊണ്ട് തന്നെയാണ് ആന്ണിച്ചേട്ടൻ രചയിതാവും സംവിധായകനുമായിട്ട് ഇരിക്കുമ്പം തന്നെ ആന്ണിച്ചേട്ടൻ്റെ നാടകം എഴുതി വാങ്ങിക്കുകയുള്ളൂ. സംവിധാനം ചെയ്യുന്ന ചാച്ചപ്പൻ ചേട്ടനാണ്. പുള്ളി കുറച്ചുകൂടെ കൊമേഴ്സ്യലായിട്ടുള്ളൊരു ചിന്തയുണ്ട്. ആന്ണിച്ചേട്ടനെ സംബന്ധിച്ച് ആ നാടകം അങ്ങനെ തന്നെ, അതിനകത്ത് വേറെ മായം ചേർത്ത് ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കൃത്രിമം കാണിക്കാനൊന്നും പുള്ളി നിൽക്കുകയില്ല. പക്ഷേ ചാച്ചപ്പച്ചന് ഇത് പക്ക ബിസിനസ്സാണ്. ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കണമെന്ന് തന്നെ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നാടകം ഇറക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് പുള്ളിക്കറിയാം. അത് ഇവർ നിരന്തരം സംഘടനത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് ആ സ്ക്രിപ്റ്റ് ആ പരുവത്തിലേക്ക് എത്തിക്കും പുള്ളി. അപ്പോൾ അതിനുവേണ്ടിയാണ് വളരെ നേരത്തെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആന്ണിച്ചേട്ടനെ വീട്ടിൽ നിന്നിട്ട് ഒരു ദിവസം ഞാൻ അവിടെ ഇതിൻ്റെ വർക്കിൻ്റെ കാര്യത്തിന് ക്യാമ്പിൽ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് അന്ന് നാടകത്തിന് പോകണം. അപ്പോൾ ഈ ചാച്ചപ്പൻ ആന്ണിച്ചേട്ടനെ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന പുള്ളിയുടെ ഒരു മുറിയിലിരുന്നായിരുന്നത്, അല്ല ക്യാമ്പിലേക്ക് ഓഫീസിൻ്റെ. അപ്പോഴത്തേക്ക് എന്നെ അവിടെ കാവലിട്ടിരിക്കുന്നത്. കാരണം പുള്ളിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ എത്തിച്ചു കൊടുക്കണം. പുള്ളി ഒരിക്കലും പുറത്തോട്ട് പോകരുത്. പുറത്ത് പോയാൽ ഏത് വഴിക്ക് പോയി പിടിവിട്ട് പോയാൽ പിന്നെ പണിയാണ് പുള്ളിയെ തിരിച്ചെടുക്കുന്നത്. അപ്പോൾ അത്ര സൂക്ഷ്മതയോടെ കാർക്കശ്യത്തോടെ പുള്ളിയെ വിളിച്ചിരുത്തി നാടകം എഴുതിച്ച് ആ നാടകം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നു. അത്തരം നാടകങ്ങളിലൊക്കെ ഈ തിലകൻ ചേട്ടൻ ഈ രശ്മി നാടകത്തിൽ ഒരു അച്ഛൻ്റെ വേഷം ഇപ്പോഴും അത് രശ്മി നാടകം കണ്ടിട്ടുള്ളവർക്കൊന്നും മറക്കാൻ പറ്റിയല്ലോ, ഒരു അച്ഛൻ്റെ വേഷം. പിന്നെ തിലകൻ ചേട്ടനെ സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് അസാധ്യമായിട്ട് സംഗീത ബോധമുണ്ട്. ആ ഭയങ്കര ഈ ബാസ് ശബ്ദവും പറവറാന്നുള്ള പാറയിലൊരയ്ക്കുന്നതുള്ള ശബ്ദമാണെങ്കിൽ പോലും പുള്ളി പാട്ട് നന്നായിട്ട് പാടും. പാട്ട് പാടി കാസറ്റൊക്കെ ഇറക്കിയിട്ടുണ്ട് പുള്ളി, അതങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സംഗീതബോധവും ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പം ഈ രശ്മി നാടകത്തിൽ ഈ അച്ഛൻ ഒരു പള്ളിയിലച്ഛനാണ്. ഒരു പള്ളിമേടയുടെ മുകളിലത്തെ ഒരു 2ാം നിലയിലെ ഒരു ഹാളാണ് സെറ്റ് ഉണ്ടെങ്കിൽ അച്ഛനാണ് അത് സെറ്റ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഈ പള്ളിയിൽ അച്ഛൻ ആ സീൻ തുടങ്ങുമ്പം ഈ പള്ളിയിൽ അച്ഛൻ ഒരു പഴയ ചവിട്ടർമോണിയം, പഴയ പിയാനോ, ആ പിയാനോ വെച്ചിട്ട് ഒരു ഡിവോഷണൽ സോങ് പോലത്തെ ഒരു പാട്ട് പാടുന്നതാണ്. അപ്പോൾ അന്ന് ലൈവ് ഓർക്കസ്ട്രയ, ഹാർമോണിയം വായിക്കാൻ ഒരാൾ, തബല, ഗിറ്റാറ്, വയലിൻ, പിന്നെ പാടാൻ 2 പേര്, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ ഒരു 5, 6, 7 പേരുടെ ഒരു ഓർക്കസ്ട്ര ടീമാണെന്നുള്ളത്. അപ്പോൾ അന്ന് ആ നാടകത്തിൻ്റെ ഈ ഹാർമോണിയം വായിക്കുന്നത്, ഈ രശ്മി നാടകത്തിൻ്റെ ഹാർമോണിയം വായിക്കുന്നത് കുമരകൻ രാജപ്പൻ എന്ന് പറഞ്ഞ് പിന്നീട് സംഗീത സംവിധായകനായ രാജപ്പൻ ചേട്ടനാണ്. അപ്പോൾ രാജപ്പൻ ചേട്ടൻ ആ സമയത്തൊക്കെ വേറെ ചെറിയ സമിതികൾക്കൊക്കെ സംഗീതം ചെയ്യുകയും ചെയ്യും. പക്ഷേ ഗീതയുടെ നാടകത്തിന് ആ ഒരു സീസണിൽ പെട്ടി വായിക്കാൻ അർജുന മാഷ് സംഗീതം പെട്ടി വായിക്കാനായിട്ട് ഹാർമോണിസ്റ്റായിട്ട് രാജപ്പൻ ചേട്ടനാണ്. അതിനകത്ത് ഈ പള്ളിമേടയിൽ ഓപ്പണിംഗ് സീനിൽ തന്നെ പള്ളിമേടയിൽ ഇരുന്നിട്ട് ഈ അച്ഛൻ ഈ പിയാനോ ഇങ്ങനെ എടുത്ത് തുറന്ന് അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് ഒരു ഹാർപ്പ്, ഒരു കോഡ് പിടിക്കുന്നതാണ് അതിൻ്റെ സീൻ. ഇങ്ങനെ കൈ 10 വിരലും ഇങ്ങനെ 8 വിരലും ഇങ്ങനെ അങ്ങോട്ട് വെച്ച് വയ്ക്കുമ്പോൾ ഒരു ഹാർപ്പ്, ഒരു മ്യൂസിക്കാണ് വീഴുന്നത്. ഇത് ഈ ഫിംഗറിങ് നോക്കിയിട്ട് ഹാർമോണിസ്റ്റും ഈ പുള്ളിയും തമ്മിലുള്ള ആ ഒരു ആക്ഷനിൽ നിന്നാണ് ഇത് കറക്റ്റ് ഈ ടൈമിങ് ശരിയാകുന്നത്.
ഇത് അതായത് അതിനകത്ത് ഈ രംഗബോധം നടന്മാർക്ക് ഉണ്ടാവേണ്ട ആവശ്യകത നമുക്ക് ബോധ്യപ്പെടുന്നത് തിലകൻചേട്ടനൊക്കെ അഭിനയിക്കുമ്പോഴാണ്. കാരണം രംഗബോധം എന്ന് പറയുന്ന ഒരു വലിയൊരു സിദ്ധി നടന്മാർക്കും നടികൾക്കും ഉണ്ടാകണം. എങ്കിലേ നാടക വേദിയിൽ അവരുടെ ഈ പെർഫോമൻസ് നമുക്ക് ഒരു സ്വാഭാവികമായിട്ട് അനുഭവവേദ്യമാകത്തുള്ളൂ. അപ്പോൾ ഈ രാജപ്പൻ ചേട്ടൻ അവിടെ ഇത് കോവിഡ് പിടിക്കും, ഈ തിലകൻ ചേട്ടൻ ഇത് വെക്കുന്ന കണ്ട ഈ പുള്ളി അവിടെ ഇരുന്ന് വായിക്കുക എന്നുള്ളതല്ലാതെ പ്രേക്ഷകന് ഒരു ചെറിയ വ്യത്യാസം പോലും. അതിപ്പോൾ 200 നാടകം കളിച്ചാൽ ആ 200 നാടകത്തിനും ഇത്ര ടൈമിങ്ങാണത്. അതുപോലെ തന്നെ ആന്നി ചേട്ടൻ്റെ മരണശേഷം PJ തിയേറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് തിലകൻ ചേട്ടൻ ആ പഴയ PJ തിയേറ്റേഴ്സിനെ ഒന്ന് വീണ്ടും പുനർജീവിപ്പിച്ച് ഈ മരണശേഷം. എന്നിട്ട് ആന്നിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ അവതരിപ്പിച്ച ഒരു തീ എന്നും പറഞ്ഞൊരു നാടകമുണ്ട്. PJ ആന്നിച്ചേട്ടൻ്റെ നാടകങ്ങളിൽ ഏറ്റവും രചനാപരമായിട്ട് അത്യുഗ്രൻ നാടകമായിരുന്നു തീ എന്ന് പറയുന്നത്. അതൊരു കോളേജ് പ്രൊഫസറുടെ ഒരു കഥയും അയാളുടെ ആ പുള്ളിയുടെ കുടുംബ പശ്ചാത്തലമൊക്കെ വെച്ചിട്ടുള്ളൊരു നാടകമാണ്. അപ്പോൾ അത് അന്ന് കുന്നംകുളത്തുള്ള ഒരു ഗീതാഞ്ജലി തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സമിതിയാണിത് അന്ന് അവർക്ക് വേണ്ടി എഴുതി അന്ന് ആന്നിച്ചേട്ടൻ തിലകൻ ചേട്ടനും അതിനകത്ത് അഭിനയിക്കുക. അതിനകത്ത് തിലകൻ ചേട്ടൻ പ്രൊഫസറായിട്ടും ആ പ്രൊഫസറുടെ അച്ഛനായിട്ട് ആന്നിച്ചേട്ടനും അങ്ങനെ അത് പിന്നെ വേറെ കുറേ പ്രശ്നങ്ങൾ കൊണ്ട് അധികം കളിക്കപ്പെട്ടില്ല. ആ നാടകം ഈ തിലകൻ ചേട്ടൻ രണ്ടാമത് മരണശേഷം ആന്നിച്ചേട്ടൻ്റെ മരണശേഷം PJ തിയേറ്റേഴ്സ് വീണ്ടും ആലുവയിൽ നിന്ന് രൂപം കൊടുത്ത് എറണാകുളത്ത് നിന്ന് രൂപം കൊടുത്തിട്ട് ആ നാടകം വീണ്ടും എടുത്തപ്പം ആ പഴയ വേഷം തന്നെ തിലകൻ ചേട്ടൻ തന്നെ എടുക്കും. വേറെ കുറേ നല്ല ആർട്ടിസ്റ്റുകളെല്ലാം വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു സെറ്റ് അന്ന് ഞാനാണ് ചെയ്തിരിക്കുന്നത്. ആ സെറ്റെന്ന് പറയുന്നത് ഈ പ്രൊഫസറുടെ ഒരു വീടാണ്. ആ വീടിൻ്റെ താഴത്തെ നിലയും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ ഒരു ബാൽക്കണി, അങ്ങനെയൊക്കെ ആ സെറ്റിൻ്റെ ഇത്. അപ്പം ഈ നാടകത്തിന് സെറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഈ തൊട്ട് തൊടിച്ച് വെക്കുന്ന മെക്കാനിസമാണ്. ഒന്നും നമുക്ക് പെർമനൻ്റായിട്ട് ചെയ്യാൻ ഒക്കില്ല. കാരണം ഇത് പെട്ടെന്ന് കൊണ്ട് സെറ്റ് ചെയ്യണം, പെട്ടെന്ന് അടിച്ചുകൊണ്ട് പോകണം. ചിലപ്പോൾ ഒരു സീനിൽ തന്നെ പല ചേഞ്ചസ് വരും. അത് കാരണം ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നതൊക്കെ വളരെ ദുർബലമാണ്. ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുന്നതിന് സ്റ്റെപ്പിന് കൈവരിയുണ്ട്. 3 സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോൾ അതിനൊരു ബാൽക്കണിയുണ്ട്. ആ ബാൽക്കണിക്ക് കൈവരിയുണ്ട്. ആ പുറകിലൊരു ജനാലയുണ്ട്. ആ ജനാലയിൽ കൂടെ ഔട്ട്ഡോർ കാണുന്നത്, അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഇതിനകത്തൊരു പാട്ട് സീനിൽ ഈ തിലകൻ ചേട്ടൻ ഈ പ്രൊഫസർ ഏറ്റവും ഒരു പ്രതിഭാശാലിയായ ആ പ്രൊഫസർ ഒരു പാട്ട് സീനിൽ ഈ സ്റ്റെപ്പ് നടന്ന് കയറി ചെന്ന് ആ മുകളിലത്തെ ഈ കൈവരിയിൽ അതേലിങ്ങനെ ഇരുന്നിട്ട് ഈ ഒരു കാലെടുത്ത് ഇങ്ങനെ വെച്ചോണ്ട് ഇപ്പോൾ ഈ അരമതിലെ നമ്മളങ്ങനെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു കൈവരി മാത്രമാണ്. കൈവരി അതിന് ക്രാസിയൊക്കെ ഉണ്ട്. അതേലിരുന്നിട്ട് ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ താളം പിടിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഒരു നടനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആ സ്ഥാനത്തെ പുള്ളി ഇരിക്കുന്നില്ല. പുള്ളി ഇരിക്കുന്നില്ല. വെറുതെ ഈ കാലെ മാത്രം ബാലൻസ് ചെയ്തിട്ട് വെറുതെ ഒന്ന് ചെറുതായിട്ട് ടച്ചിങ് മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ബാക്ക്. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് പാട്ടിൻ്റെ ഒരു 4 ലൈൻ വരെ പുള്ളി അവിടെ ഇരുന്ന് അതിനെ റിയാക്റ്റ് ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ അവിടുന്ന് അതെന്ന് പറയുന്നത് എനിക്കിപ്പോഴും തറപ്പിച്ച് പറയാൻ പറ്റും. അത് ഒരുമാതിരിപ്പെട്ട നടന്മാർക്കൊന്നും ചെയ്യാൻ നോക്കൂല. അവർ ചെയ്താൽ ഇത് ഇളകും. ഇത് അത്ര മെക്കാനിസം സിമ്പിളാണ് ഇതിൻ്റെ. അതിലൊരു ഫോഴ്സ് നമുക്ക് കൊടുക്കാൻ നോക്കൂല. ഒരാളിൻ്റെ വെയിറ്റ് താങ്ങാനുള്ള സാധനം ഇതില്ല, ഉറപ്പില്ല, ഒന്നുമില്ല. അപ്പോൾ അത് അവിടെ ഇരുന്നുകൊണ്ട് ഇരിക്കുന്നതായിട്ട് ഭാവിക്കുകയും ഈ കാലിട്ട് ഇങ്ങനെ കാലാട്ടുകയും കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും ഈ സെറ്റ് കുലുങ്ങിയിരിക്കും. അപ്പോൾ സെറ്റ് എന്ന് പറയുന്ന ആ സാധനം, അതാണ് ഞാൻ ഈ രംഗബോധത്തിൻ്റെ കാര്യം പറഞ്ഞത്. അതിനെ എങ്ങനെ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ അഭിനയത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാവുന്ന ഇവരൊക്കെ ഈ തിലകൻ ചേട്ടനൊക്കെ ചെയ്തു വെക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അതൊരു അസാധ്യ കഴിവ് തന്നെയാണ്. അത്ര പ്രതിഭയായിരുന്നു ഈ പുള്ളിയുടെ രംഗവേദി തിലകൻ ചേട്ടൻ. അതുകൊണ്ട് ശബ്ദം കൊണ്ട് ഉള്ള കലനങ്ങൾ. കാരണം വെച്ചാൽ മൈക്കിനടുത്ത് നാടകത്തിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് കൂടുതൽ മൈക്കുകൾ 2-3 മൈക്കൊക്കെ ഉപയോഗിച്ച് തുടങ്ങി. മറ്റേത് ഈ നടുക്ക് കിടക്കുന്ന ഒരു മൈക്ക്, ഒറ്റ മൈക്ക് ഒന്നുകിൽ നടുക്കായിരിക്കും, KPSC ആണെങ്കിൽ താഴെ വെക്കും. അപ്പോൾ ഈ ഒരു മൈക്കിനകത്തോടെ ഈ സ്റ്റേജിൻ്റെ ഏത് മൂലയിൽ നിന്നാലും അവർ പറയുന്നതിൻ്റെ ആ റേഞ്ചുണ്ട്.
അകന്നു പോകുമ്പം പറയേണ്ട ആ ഒരു വോയിസിൻ്റെ ഒരു ഡെപ്ത്, ഏറ്റവും അടുത്ത് വന്ന് വികാരഭരിതമായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശബ്ദത്തിൻ്റെ ആ ഒരു ക്രമീകരണം, ഇതൊക്കെ ഈ തിലകൻ ചേട്ടൻ്റെ ആ പറ എന്നുള്ള ആ ശബ്ദം വെച്ചിട്ട് പുള്ളി അഭിനയിച്ച് ഫലിപ്പിക്കുന്ന കണ്ടാൽ നമ്മൾ അന്തം വിട്ടു. അതിൻ്റെ കൺട്രോൾ, ആ നിയന്ത്രണം, ശബ്ദ നിയന്ത്രണമൊക്കെ, അതൊക്കെയെന്ന് പറയുന്നത് ഒരു ഈ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം കൈ വരുന്നതാണ്. അതൊക്കെയാണ് പിന്നീട് പുള്ളി വൈകി സിനിമയിലേക്ക് വന്നയാളാണ്, ഒത്തിരി ലേറ്റായാണ് പുള്ളി സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ അതൊക്കെ ആ സിനിമയിൽ അസാധ്യമായിട്ട് പുള്ളിക്ക് ആ ശബ്ദത്തിൻ്റെ ആ ക്രമീകരണങ്ങളൊക്കെ അസാധ്യമായിട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു. അത്ര ഭയങ്കര പ്രതിഭയായിരുന്നു പുള്ളി. സംവിധായകനായി പുള്ളി ഇങ്ങോട്ട് വന്നപ്പോൾ മലയാള നാടകവേദിയിൽ പുള്ളിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് നമ്മൾ പറയുന്നത്, വളരെ തിരക്ക് പിടിച്ച നടനായിട്ട് ഈ മലയാള നാടകവേദി നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് പുള്ളി ചാലക്കുടി സാരഥി എന്നും പറഞ്ഞിട്ടൊരു നാടക സംഘമുണ്ട്. അത് ആ പുള്ളിയുടെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് അതിൻ്റെ 2 നിർമ്മാതാക്കൾ. ഒന്ന് നമ്മളെ മരിച്ചുപോയ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന സിനിമാ നടൻ, പെല്ലിശ്ശേരി അതിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു. അവർക്ക് വേണ്ടി അവരുടെ ആദ്യ നാടകം തൊട്ട് അവരുടെ നാടകം സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന തിലകൻ ചേട്ടനാണ്. അപ്പം അന്നേരം ആദ്യം തുടങ്ങുന്ന കാലത്ത് പുള്ളി അത്ര സിനിമാ നടൻ്റെ തിരക്കിലേക്ക് പോയിട്ടില്ലായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് പുള്ളി അങ്ങ് വലിയ നടനായി പേരെടുത്ത് കഴിഞ്ഞപ്പോഴും എല്ലാ വർഷവും ഇവർക്കൊരു നാടകം പുള്ളി സംവിധാനം ചെയ്തു കൊടുക്കും. അതിന് പുള്ളി ഒരു 2 മാസക്കാലം സിനിമ മാറ്റി വെച്ചിട്ടാണ് അതിലേക്ക് പോകുന്നത്. അതിനകത്ത് പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു നിഷ്കർഷം എന്ന് പറയുന്നത്, ഒരു സ്ക്രിപ്റ്റ് ഈ പറഞ്ഞതുപോലെ ഗീതായി നിന്ന് കിട്ടിയ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്ക്രിപ്റ്റ് നേരത്തെ പുള്ളിക്ക് കിട്ടണം ആരെഴുതിയാലും. അപ്പോൾ ആ എഴുതുന്ന സ്ക്രിപ്റ്റ് പുള്ളി ഇങ്ങനെ കൊണ്ട് നടന്ന് ഷൂട്ടിങ്ങിനൊക്കെ പോകുന്ന വഴിക്ക് കൊണ്ട് നടന്ന് വായിച്ച് അതിൻ്റെ കറക്ഷൻസ് നോട്ട് ചെയ്ത് വീണ്ടും നാടകത്തിനെ കൊണ്ട് മാറ്റി എഴുതിച്ച് വീണ്ടും കറക്റ്റ് ചെയ്യിച്ച് അങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റുമായിട്ടാണ് തുടങ്ങുന്നത്. ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഇത് പുള്ളി എനിക്ക് തോന്നുന്നു ഒരു 9 വർഷക്കാലം അടുപ്പിച്ച് എല്ലാ വർഷവും ഈ റിഹേഴ്സൽ തുടങ്ങുന്നതിന് ഒരു 2-3 ആഴ്ച മുമ്പ് ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കാൻ പുള്ളി കോട്ടയത്ത് വരും. പുള്ളി അവിടുന്ന് അന്ന് തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. പുള്ളി തൃപ്പൂണിത്തുറയിൽ നിന്ന് കാറ് ഓടിച്ച് നേരെ ഇങ്ങ് വരികയാണ്. ഇവിടെ വന്നേച്ച് ആ സ്ക്രിപ്റ്റ് മുഴുവൻ വായിച്ച് കേൾപ്പിച്ച് ഞാൻ അന്നേരം തന്നെ അവിടെ നിന്ന് അതിന് പ്ലാനും ഉണ്ടാക്കി മറിച്ചിട്ട് ഒരു ദിവസം പരിപാടിയാണ് പുള്ളി ഇവിടെ വരുന്നതും പോകുന്നതും. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാക്കിയിട്ട് ആ സ്കെച്ചും വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത്. അപ്പോൾ പുള്ളിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം ആ നാടകകൃതി വായിച്ചിരിക്കണമെന്ന് പുള്ളിക്ക് ഭയങ്കര നിർബന്ധം. അത് വളരെ അപൂർവം പേർക്കേ ഉള്ളൂ അത്തരം ശാഠ്യങ്ങളൊക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ ഒരു കഥ പറയുകയോ ചിലപ്പോൾ ഒരു ഭാഷ വായിച്ച് കേൾപ്പിക്കുന്നവരുണ്ടാകും, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയും, അല്ലെങ്കിൽ രംഗ പശ്ചാത്തലം എന്നാന്ന് വിവരിച്ചു തരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ഡിസൈൻ ചെയ്യുന്നത്. പക്ഷേ തിലകൻ ചേട്ടനെ സംബന്ധിച്ച് പുള്ളി ചെയ്ത മുഴുവൻ നാടകത്തിനും ഏറ്റവും ലാസ്റ്റ് അമ്പലപ്പുഴ അഷ്ടജ്വാലയുടെ ഇതോ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ആ നാടകം വരെ പുള്ളി സ്വമേധയാ സ്ക്രിപ്റ്റ് വായിച്ച് നമ്മളെ കേൾപ്പിച്ച് പിന്നീടാണ് അതിൻ്റെ ഡിസ്കഷൻ, ഞാൻ അതിന് ഡ്രോയിങ് ഉണ്ടാക്കി കൊടുക്കും ഇതിരുന്ന്. അത് അത്ര ഈ നാടകത്തോടുള്ള ഒരു സ്നേഹം, ആത്മാർത്ഥത. അപ്പോൾ പുള്ളിക്ക് അന്നേരത്തേക്ക് ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമില്ലെന്ന് ഓർത്തണം. പുള്ളി വിളിച്ച് പറഞ്ഞാൽ ഞാൻ ആലുവയിലല്ലേ തിരുവനന്തപുരത്ത് ഇവിടെ ആണെങ്കിലും ചെല്ലും. പക്ഷേ പുള്ളി അതല്ല, പുള്ളി നേരെ വരികയാണ്. പുള്ളി തന്നെയാണ് ഇതിൻ്റെ മറ്റ് സാങ്കേതിക പ്രവർത്തകരെ എല്ലാം ഇത് വായിച്ച് കേൾപ്പിക്കുന്നത്. അല്ലാതെ അത് ഒരു അസിസ്റ്റൻറ്റിനെ വെച്ചിട്ട് അവരാരും വായിച്ച് കേൾപ്പിക്കുകയല്ല. അത് പുള്ളിക്ക് നിർബന്ധം. അതും ആ പുള്ളി പറയുന്നത് എങ്കിലേ ആ ഓരോ കഥാപാത്രവും ആയിട്ടാണ് ഇവർ വായിക്കുന്നത്. വായനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വായിച്ച് കേൾക്കുമ്പം നമുക്ക് നാടകം കാണാം. ആ വായന കേൾക്കുമ്പോൾ നമുക്ക് രംഗവേദിയിൽ അത് കാണാം. അതാ വായനയുടെ ഒരു ഗുണം. അപ്പോൾ അത് പുള്ളിക്ക് നിർബന്ധമാണ്. അപ്പോൾ നാടകം എന്ന് പറയുന്നത് പുള്ളി എവിടെ സിനിമാ നടനായി കഴിഞ്ഞ് സ്വീകരണത്തിനൊക്കെ പോയി കഴിഞ്ഞോ അല്ലെങ്കിൽ മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലും സുപ്രത്തെ സിനിമാ നടൻ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ ബഹളം ഉണ്ടാക്കും. നാടക നടൻ എന്നാണ് പറയേണ്ടത് എന്ന് പുള്ളി വാശി പിടിക്കുന്ന ആളായിരുന്നു തിലകൻ ചേട്ടൻ. പുള്ളിക്ക് അതൊക്കെ വെറുതെ ജാടയ്ക്ക് പറയുന്നതല്ല, പക്ഷേ നാടകത്തോട് അത്ര സ്നേഹമായിരുന്നു. കാരണം ജീവിതം തന്നെ നാടകമായിരുന്നു. ഒരു വർഷക്കാലം ഉള്ള ഒത്തിരി പേരുടെ കൂടെ ഒന്ന്
അവസാനം ആനിച്ചേട്ടൻ്റെ കൂടെ നിന്ന്. അങ്ങനെ പുള്ളി ഒരു നടൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഒരു ഏറ്റവും കറ തീർന്ന ഒരു നടൻ, സംവിധായകനാണെങ്കിൽ ഇത്രയും കർക്കശക്കാരനായ ഒരു നാടകം വിജയിപ്പിക്കാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്ത, ഏറ്റവും ഗംഭീരമായ, ഏറ്റവും ചിലവ് കൂടി നാടകം സംവിധാനം ചെയ്യുന്ന, ചിലവ് ഏറിയ നാടകം സംവിധാനം ചെയ്യുന്ന ആളായിരുന്നു പുള്ളി. കാരണം ഒന്നിനും ഒരു വിട്ടുവീഴ്ച ചെയ്യുകയില്ല. എം പി ശ്രീനിവാസനെ കൊണ്ട് പുള്ളിയുടെ നാടകത്തിന് സംഗീതം ചെയ്യിച്ചിട്ടുണ്ട് പുള്ളി, ഈ സാരഥിയുടെ. അങ്ങനെയൊക്കെ പുള്ളിക്ക് അതാണ്, ആളാണ് ഇതിന് വേണ്ടതെന്ന് ആ നാടക രചനയെ ബേസ് ചെയ്ത് പുള്ളി ചിന്തിച്ചാൽ പിന്നെ അതിന് തയ്യാറുള്ള പ്രൊഡ്യൂസർമാരുണ്ടായാലേ പുള്ളി ചെയ്യുള്ളൂ. പുള്ളിക്ക് നിർബന്ധമില്ല എനിക്ക് ഒരു വർഷം ഇത്ര നാടകം ചെയ്യണമെന്നുള്ള നിർബന്ധമല്ല. പക്ഷേ ചെയ്യുന്ന നാടകം നല്ല പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ്. ഏറ്റവും നല്ല ഫസഹെ, 5 സ്റ്റാർ ഹോസ്പിറ്റല്, അങ്ങനെ കുറേ നാൾ ഈ ആ തീയിലൊക്കെ ആ പ്രൊഫസറുടെ വേഷം, അതൊക്കെ എന്ത് ജീവിതത്തിൽ നമ്മൾ മറക്കുകയില്ല. നമ്മൾ കൊച്ചുബാബയുടെ ക്യാരക്ടർ പറയുന്ന പോലെ തന്നെ വേറൊരു ഡയമെൻഷനിലുള്ള ഒരു കഥാപാത്രമായിരുന്നു അത്. അസാധ്യമായിട്ട് ആനിച്ചേട്ടൻ്റെ രചനയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു നാടകമാണ് അസാധ്യ നാടകം. അത് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നപ്പം രചനയുടെ കാലത്ത് തൊട്ട് ഇവർ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കോമ്പിനേഷനിൽ നിന്നുണ്ടാകുന്ന ചില സൃഷ്ടികളായിരുന്നു അതൊക്കെ മലയാള നാടക പ്രസ്ഥാനത്തിന് ഏറ്റവും മുതൽക്കൂട്ടമുള്ള. പക്ഷെ അതൊന്നും ഇവിടെ നമ്മളൊരു തലമുറ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ